പാഠം 407 ഓർമ്മ കൊണ്ടൊരു കളി. ചായ രാവിലെ തുടങ്ങിയതാണല്ലോ സാറേ, ഇതുവരെ പത്രം വായിച്ചു കഴിഞ്ഞില്ലേ? വായിച്ചു കഴിഞ്ഞാ പിന്നെ പത്രവുമായിട്ട് ഇങ്ങനെ ഇരിക്കില്ലല്ലോ. മാത്രം വായിക്കാൻ എന്തിരിക്കുന്നു മോഹനട്ട ഈ പത്രത്തില്? എനിക്കാണ് ഈ പത്രം വായിക്കാൻ 5 മിനിറ്റ് മതി. പത്രം വായിക്കാനല്ല, പടം കാണാൻ. നീ പത്രം എടുത്താൽ ഇതിലെ പടങ്ങൾ മാത്രമല്ലേ നോക്കൂ. ഞാൻ 1-ാം പേജ് മുതൽ 16-ാം പേജ് വരെയുള്ള വാർത്തകൾ മനസ്സിരുത്തി വായിക്കുന്ന ഒരാളാണ്. അങ്ങനെ വായിച്ചാലേ നമുക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാവൂ. നമുക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യം എന്താണെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അറിവാണ് ഏറ്റവും ശക്തിയുള്ള ആയുധം. അറിവുണ്ടാകാൻ വായന പോലെ കൊള്ളാവുന്ന മറ്റൊരു കാര്യവുമില്ല. പക്ഷേ നിനക്കിതിലൊന്നും ഒരു താല്പര്യമില്ല. കാരണം ഏതെങ്കിലും കൊലക്കേസോ പിടിച്ചുപറി കേസോ കിട്ടിയാൽ നിനക്ക് സന്തോഷമായി. കൃത്യമായി ഫീസ് കിട്ടണമെന്നല്ലാതെ വേറെ ഒരു കാര്യവും നിനക്കില്ല. സാറേ, ഇനി ഇത് പറഞ്ഞ് തർക്കിച്ചോണ്ടിരിക്കാൻ ഞാനില്ല. മോഹനയുടെ കുത്തിയിരുന്ന് പത്രം വായിച്ച് കാണാതെ പഠിക്കേ. എനിക്ക് അകത്ത് വേറെ ജോലിയുണ്ട്. പത്രം വായിച്ചുകൊണ്ടിരുന്ന അരിയും വേവില്ല, കറി ഉണ്ടാവില്ല. വിശക്കുമ്പോ പത്രം അമ്മഞ്ഞെന്ന് കടിച്ചു മുറിച്ച് നിന്നാ പോരല്ലോ. ഓ, ഹലോ, അതെ സത്യഭാമയാണ്. ആ വിദ്യാലക്ഷ്മി, ഇതെന്താ രാവിലെ? ആണോ? അയ്യോ, അതങ്ങനെയൊക്കെ ചോദിച്ചാ ഒരു കാര്യം ചെയ്യും, ഞാന് ഒന്ന് നോക്കി പറയാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. വിദ്യാലക്ഷ്മിയാ. അവളുടെ അനിയത്തിക്ക് ഇന്ന് PSCയുടെ പരീക്ഷയുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിലേക്കാ പരീക്ഷ. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിമാരായിരുന്നവരുടെ പേരുകൾ വേണമെന്ന്. മോഹനേട്ടന്റെ കയ്യിൽ കുറെ പുസ്തകങ്ങൾ ഇരിപ്പില്ലേ, അത് നോക്കി ഒന്ന് പറഞ്ഞു തരുമോ? വിദ്യാഭ്യാസ മന്ത്രിമാരുടെ പേരറിയാൻ പുസ്തകം നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്ന് മുതലുള്ള മന്ത്രിമാരുടെ കാര്യമാണ് അറിയേണ്ടത്. 1957 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. അത്ര പഴയതൊന്നും വേണ്ട, അടുത്ത കാലത്തുള്ളത് മതി. 1982 TM ജേക്കബ്, 1987 K ചന്ദ്രശേഖരൻ, 1991 ET മുഹമ്മദ് ബഷീർ, 1996 PJ ജോസഫ്, 2001 ET മുഹമ്മദ് ബഷീർ, 2004 നാലകത്ത് സൂപ്പി, 2006 MA ബേബി, 2011 മുതൽ PK അബ്ദുൾ റബ്ബ്. ഇത്രയുള്ള കാര്യം. ഇത് മുഴുവൻ മോഹനേട്ടൻ ഓർത്ത് വെച്ചിരിക്കണോ? മോഹനേട്ടൻ എന്തായാലും സമ്മതിക്കണം. ഇതിൽ ഇത്ര സമ്മതിക്കാറൊന്നുമില്ല ഭാമേ. ഓർമ്മ എന്ന് പറയുന്നത് ഒരാളുടെ പ്രത്യേക കഴിവൊന്നുമല്ല. നമ്മൾ ഒരു കാര്യം എത്ര ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഓർമ്മയുടെ കാര്യം. ഞാൻ ഇപ്പൊ പറഞ്ഞ പേരുകൾ ഒന്നുകൂടി പറയാൻ നിനക്ക് പറ്റില്ല. കാരണം ഞാൻ ഈ പേരുകൾ പറയുമ്പോ ഞാൻ പറഞ്ഞ പേരുകളിലായിരുന്നില്ല നിന്റെ ശ്രദ്ധ. നീ അന്തം വിട്ട് എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ വിളിച്ചു നിൽക്കുകയായിരുന്നു. ഒരു കാര്യം പഠിക്കണമെന്നും ഓർത്തു വെക്കണമെന്നും ഉണ്ടെങ്കിൽ അത് മനസ്സിരുത്തി മനസ്സിലാക്കണം. ഞാൻ എത്ര മനസ്സിരുത്തി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും മറന്നു പോകും മോഹനേട്ടാ. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണേ. ഇതുപോലെ സൂപ്പർ കമ്പ്യൂട്ടർ അല്ലല്ലോ എന്റെ തല. ഇത് ഒളിച്ചോട്ടമാണ്. കുറച്ചു മുമ്പ് ഞാൻ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോ നീ വന്നതിനോട് ചോദിച്ചു, എന്തിനാ രാവിലെ ഇത്രയും നേരം ഇങ്ങനെ പത്രത്തിലേക്ക് തലയും കുമ്പിട്ടിരിക്കുന്നത് എന്ന്. ഞാൻ ആ പത്രത്തിലെ വാർത്തകൾ വളരെ വിശദമായിട്ട് വായിച്ചു മനസ്സിലാക്കുകയായിരുന്നു. ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ട് ഇനി അതൊന്നും ഒരിക്കലും മോഹനേട്ടൻ മറക്കില്ല. നിന്നെ പോലുള്ളവർക്ക് ഒന്നിനും ശ്രദ്ധയില്ല. അവര് എല്ലാ കാര്യങ്ങളും മലന്നു പോവും. അങ്ങനെയല്ല മോഹനേട്ടാ, ഓർമ്മ ഓരോരുത്തർക്കും ഓരോ തരത്തിലല്ലേ. മോഹനേട്ടൻ എന്നെക്കാട്ടിൽ ഓർമ്മയുണ്ട്. നിന്നേക്കാൾ ഓർമ്മയല്ല, പിന്നെ നിന്നേക്കാൾ ശ്രദ്ധ. ഉദാഹരണത്തിന് നമ്മുടെ പഴയ രാഷ്ട്രപതി ഡോക്ടർ S രാധാകൃഷ്ണന്റെ ജന്മദിനം എന്നാണ് എന്ന് നിനക്കറിയാമോ? ഇല്ല. ഇപ്പോ നിന്നെ ഫോൺ ചെയ്ത വിദ്യാലക്ഷ്മിയുടെ ജന്മദിനോ? അത് സെപ്റ്റംബർ 5. കണ്ടോ, വിദ്യാലക്ഷ്മി നിന്റെ കൂട്ടുകാരി ആയതുകൊണ്ട് നീ അത് ഓർത്തു വെക്കുന്നു. ഡോക്ടർ രാധാകൃഷ്ണൻ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ തത്വചിന്തകരിൽ ഒരാളാണ്.
എന്നിട്ടും അദ്ദേഹത്തിന്റെ ജന്മദിനം നിനക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അതും സെപ്റ്റംബർ 5 കഴിഞ്ഞ സെപ്റ്റംബർ 5 നീ വിദ്യാലക്ഷ്മിക്ക് പിറന്നാൾ സമ്മാനമാകുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ ഇതേ കാര്യം നിന്നെ ഓർമ്മിപ്പിച്ചതാണ്. പക്ഷേ ഡോക്ടർ രാധാകൃഷ്ണന്റെ കാര്യം നീ മറന്നു. വിദ്യാലക്ഷ്മിയുടെ കാര്യം നീ ഓർത്തു വെക്കുകയും ചെയ്തു. ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഓർത്തു വെക്കും. ബാക്കിയുള്ളവ ഓർക്കാത്തതിന് പാവം ഓർമ്മശക്തി കുറ്റം പറയും. സാറേ, ഉത്തമം വന്നു. വിദ്യാഭ്യാസ മന്ത്രിമാരുടെ ലിസ്റ്റ് വേണമെങ്കിൽ എഴുതിക്കോ. ഒരു മിനിറ്റ്. വേഗം. ഒരു മിനിറ്റ്. 1982 TM ജേക്കബ്. എന്റെ പൊന്ന് ശങ്കരകുട്ടി ചേട്ടാ, നിങ്ങൾ എന്നെ ഇങ്ങനെ ശ്വാസം മുട്ടിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ മോഹനയുടെ സാറിന്റെ വീട്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതെ അതെ അതെ, ഞാനത് സംസാരിച്ച് നോക്കാം. ഛേ, ഉറപ്പൊന്നും പറയാൻ പറ്റൂല. അതെ, ആള് മോഹനയുടെ സാറാണ്. എപ്പോ എന്തു പറയുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ. നമസ്കാരം സാർ. ശങ്കരകുട്ടി ചേട്ടൻ പിന്നെ വിളിച്ചോളാം. മച്ചേരി. ഉത്തമന് എന്നെ വലിയ ബഹുമാനമാണെന്ന് എനിക്ക് മനസ്സിലായി. വന്ന കാര്യം പറയേ. സാറേ, നമ്മുടെ ശങ്കരകുട്ടി ചേട്ടന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാനാണ് ഞാൻ ഇപ്പൊ വന്നത്. അയാളോട് ഇനി എന്താണ് പറയാനിരിക്കുന്നത്? വസ്തുവിന്റെ ആധാരത്തിന്റെ അസൽ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്നിട്ടുണ്ട് സാറേ. അതെ, കഴിഞ്ഞെന്റെ അങ്ങേ കൊല്ലം ശങ്കരൻകുട്ടി ചേട്ടൻ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയ കൂട്ടത്തിൽ കളഞ്ഞു പോയതായിരുന്നു ആധാരം. ആധാരം ഇല്ലാതെ സർട്ടിഫിക്കറ്റ് തരൂലെന്ന് സാറ് വാശി പിടിച്ചതുകൊണ്ട് ആധാരത്തിന്റെ പകർപ്പെടുക്കാൻ ശങ്കരൻകുട്ടി ചേട്ടൻ അപേക്ഷ കൊടുത്തിരുന്നു. പത്രപരസ്യം കൊടുത്തിരുന്നു സാറേ. പക്ഷേ അപ്പോഴേക്ക് കാണാതായ സാധനം തിരിച്ചു കിട്ടി. ഇതിവിടെ കാണിച്ചിട്ട് കാര്യമില്ല. 10 മണി കഴിയുമ്പോ വില്ലേജ് ഓഫീസിലേക്ക് വന്നാൽ മതി. കരമടച്ച രസീത് ഉണ്ടല്ലോ? ഉണ്ട് സാറേ. പിന്നെ ഞാൻ ഉത്തമൻ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായി? അതെന്ത് കാര്യം സാറേ? പഞ്ചായത്തിൽ എന്റെ വീട്ടുകാരെ അടയ്ക്കുന്ന കാര്യം. അയ്യോ, ഞാനത് മറന്നുപോയി സാറേ. നാട്ടിലുള്ള മുഴുവൻ പേരുടെയും എല്ലാ കാര്യങ്ങളും ഉത്തമൻ ഓർത്തു വയ്ക്കും. കാരണം മറ്റുള്ളവർക്ക് ഉത്തമൻ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അതിനൊക്കെ ഉത്തമന് കമ്മീഷൻ കിട്ടും. ഞാനൊരു കാര്യം പറഞ്ഞപ്പോ ഉത്തമന് ഓർമ്മയില്ല. കാരണം ഉത്തമന് ഞാൻ കമ്മീഷൻ തരില്ലല്ലോ. ശേ, അതുകൊണ്ടൊന്നും അല്ല സാറേ. സത്യമായിട്ട് ഞാൻ മറന്നു പോയതാണ്. അത് മാത്രമല്ല, ഈ പഞ്ചായത്ത് ഓഫീസിന്റെ ഭാഗത്തേക്ക് ഞാൻ പോയിട്ട് കുറച്ച് ദിവസമായി. അവിടെ പോയിരുന്നെങ്കിൽ ഞാൻ ഓർക്കുമായിരുന്നു. ഉത്തമ, ഇത് ഉത്തമന്റെ അടവ്. എല്ലാ കാര്യങ്ങളും തീർത്ത ശേഷം എന്റെ കാര്യം ചെയ്താൽ മതി എന്ന ഒറ്റ ചിന്തയിലാണ് ഉത്തമൻ എന്റെ വീടിന്റെ കരം അടയ്ക്കാത്തത് എന്ന് എനിക്കറിയാം. പക്ഷേ പിടിക്കപ്പെട്ടപ്പോ മറന്നുപോയി എന്നൊരു നുണ. അങ്ങനെയൊന്നും അല്ല സാറേ. നിങ്ങളൊക്കെ ഈ മറവിയെ കൂട്ടുപിടിച്ച് എത്ര കാലം ഇങ്ങനെ ജീവിക്കും? എന്താ ഇവിടെ പ്രശ്നം? അടുത്ത മറവിക്കാരി ഇവളും ഉത്തമനെ പോലെ തന്നെ. അവൾക്ക് ആവശ്യമുള്ള കാര്യം ഓർക്കും, മറ്റുള്ളവർക്ക് ആവശ്യമുള്ള കാര്യം മറന്നുപോകും. എന്റെ വക്കീല്, നിങ്ങളുടെ വീട്ടിലെ കരം അടയ്ക്കാനേ ഈ നിൽക്കുന്ന സാർ എന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ഞാനതങ്ങ് മറന്നുപോയി. അതാണ് ഇപ്പൊ ഇവിടുത്തെ വിഷയം. പക്ഷേ ശങ്കരൻകുട്ടിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കാര്യം ഓർത്തു. എന്തായാലും എന്റെ വീട്ടുകാരെ അടച്ചതിന്റെ രസീതുമായി ഉത്തമൻ വില്ലേജ് ഓഫീസിലേക്ക് വന്നാ മതി. എന്റെ വക്കീല്, ഒരു ദിവസം 100 കണക്കിന് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഇടയിലാണ് ഞാൻ ഇവിടെ വരുന്നത്. അതിന്റെ ഇടയിൽ ചിലപ്പോ ഒരു കാര്യമൊക്കെ മറന്നെന്ന് വരും. അതൊക്കെ വലിയൊരു തെറ്റായിട്ട് കരുതാൻ പറ്റുമോ? ഞാനങ്ങനെ കരുതില്ല. പക്ഷെ വില്ലേജ് ഓഫീസർ കരുതും. കാരണം ആ മാന്യൻ തലയിൽ കമ്പ്യൂട്ടറുമായിട്ട് നടക്കാണല്ലോ. മോഹനേട്ടൻ ഓർക്കുന്നവരെ നമ്മളൊക്കെ ഓർക്കണമെന്ന് പറഞ്ഞ് നടക്കൂ. ആ വിളിയിൽ എന്തൊരു പന്ത് കിടില്ലോ ഉത്തമ. എന്റെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായി. ഇനി ഉത്തമ വെറുതെ നിൽക്കണമെന്നില്ല, പൊയ്ക്കോ. ശരി, വക്കീലിനെ ദൈവം രക്ഷിക്കട്ടെ. എന്റെ കാര്യം ഗോവിന്ദ. ഇതെന്താണ്? എന്താണ് ഇത്? ഗംഗാധര സാറിന്റെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. ഇന്നലെ രാവിലെ നിന്നെ ഏൽപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞതല്ലേ ഇത് സാറിന് കൊണ്ടുപോയി കൊടുക്കണമെന്ന്. ഞാൻ പക്ഷെ മറന്നുപോയി. മറന്നു. അങ്ങനെ മറക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ഭാമേ? അല്ല, ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതരുത്. നീ ഇത് മനഃപൂർവ്വം കൊണ്ടുപോയി കൊടുക്കാത്തതാണ്. ചൊവ്വാഴ്ച രാവിലെ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് ഞാൻ ഗംഗാധര സാറിനോട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു
രാവിലെ അത് വാങ്ങാൻ വില്ലേജ് ഓഫീസിലേക്ക് വന്നോളാമെന്ന്. അപ്പോ ഞാൻ പറഞ്ഞു സാറ് ബുദ്ധിമുട്ടണ്ട, തിങ്കളാഴ്ച വൈകിട്ട് ഞാൻ സർട്ടിഫിക്കറ്റ് എഴുതി ചൊവ്വാഴ്ച രാവിലെ ഓഫീസിലേക്ക് പോകുന്ന വഴി ഞാൻ സാറിന്റെ വീട്ടിലെത്തിച്ചോളാം എന്ന്. ഇന്നലെ ചൊവ്വാഴ്ച രാവിലെ തഹസിൽദാരെ വിളിച്ച് കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് അതുവഴി പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അത് നിന്നെ ഏൽപ്പിച്ചു. ശരിയല്ലേ? അതെ. പക്ഷെ നീ ഇത് കൊണ്ടുപോയി കൊടുത്തില്ല. നീ ഇത് കൊണ്ടുപോയി കൊടുത്തിരുന്നുവെങ്കിൽ ഞാൻ കൃത്യനിഷ്ഠയുള്ളവനും വാക്കു പാലിക്കുന്നവനാണെന്നൊക്കെ ഗംഗാധര സാറിന് കുറച്ചുകൂടി ബോധ്യമായനെ. അപ്പോ എന്റെ സൽപ്പേരില്ലാതാക്കാനായി നീ മനഃപൂർവ്വം ഇത് കൊണ്ടുപോയി കൊടുക്കാതിരുന്നാണ്. ഇന്ന് ഞാൻ ഇത് കൊണ്ട് ചെല്ലുമ്പോ സാർ ചോദിക്കില്ലേ, ഇന്നലെ തരാമെന്നല്ലേ മോഹനേഷ പറഞ്ഞിരുന്നത്? അപ്പൊ ഞാൻ എന്ത് പറയണം? എന്റെ മോഹനേട്ടാ, ഇത് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഏതൊരു മനുഷ്യനായാലും മറവി പറ്റില്ലേ? അതുകൊണ്ടല്ലേ ഈ മറവി എന്നുള്ള വാക്കുണ്ടായത് തന്നെ. നീ ഇന്നലെ രാവിലെ പല്ല് തേച്ചോ? തേച്ചു. കാപ്പി കുടിച്ചോ? സമയത്ത് ആഫീസിൽ പോയോ? പോയി. ഉച്ചക്ക് ചോറുണ്ടോ? രാത്രി അത്താഴം കഴിച്ചോ? ഉറങ്ങിയോ? ഇതൊന്നും നീ മറന്നിട്ടില്ല. കാരണം ഇതൊക്കെ നിന്റെ ആവശ്യങ്ങളായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞപ്പോ നീ മലന്നുപോയി. മറന്നൊന്നുമല്ല, മറന്നെന്ന് നടിക്കുക. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി മോഹനേഷനുണ്ട്. ഇതിന് ബുദ്ധി എന്നല്ല പറയേണ്ടത്, കുരുട്ട് ബുദ്ധി എന്നാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മോഹനേട്ടൻ ഈ ചെയ്യുമ്പോ ഒന്നും മറന്നിട്ടേ ഇല്ലെന്ന് തോന്നൂലോ. ആവശ്യമുള്ള ഒരു കാര്യവും മോഹനേഷൻ മറക്കാറില്ല. കാരണം ഞാൻ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ കാണിക്കുന്ന ഒരാളാണ്. നീ നിന്റെ കാര്യത്തെ മാത്രം ശ്രദ്ധിക്കുന്ന ഒരാളും. ശരി, ഞാൻ ഇത് മനഃപൂർവ്വം കൊണ്ട് കൊടുക്കാതിരുന്നത്. അല്ലെങ്കിൽ തന്നെ എനിക്കിതിന്റെ ആവശ്യം എന്താണ്? നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപേക്ഷകന്റെ വീട്ടിൽ കൊണ്ടേ കൊടുക്കാൻ ഞാൻ വില്ലേജ് ഓഫീസിലെ പിഒ ഒന്നുമല്ല, നാട്ടിലെ കൊള്ളാവുന്ന ഒരു വക്കീല. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞണം കുത്തുക എന്ന് നീ കേട്ടിട്ടുണ്ടോ? ഇതാണ്. അയ്യോ, ഞാൻ കൊഞ്ഞണം കുത്തിയിടയില്ല. നീ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്തായിരുന്നു? നീ വില്ലേജ് ഓഫീസിലെ പ്യൂണല്ലാന്ന് എനിക്കറിയാം. പക്ഷെ എന്നോട് നീ സമ്മതിച്ചതാണ് ഗംഗാധര സാറിന്റെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നീ കൊണ്ടുപോയി കൊടുത്തോളാമെന്ന്. ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാൻ പഠിക്കണം. മോഹനേട്ടാ, ഇവിടെ ഇത്രയും വഴക്കുണ്ടാക്കാൻ മാത്രമായിട്ടുള്ള എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഞാനൊരു ചെറിയ കാര്യം മറന്നുപോയി. അതത്ര വലിയ തെറ്റാണോ? രാവിലെ മോഹനേട്ടന് ചായ ഉണ്ടാക്കി തരാനും മോഹനേട്ടന് ഷർട്ട് മുണ്ട് തേച്ചു തരാനും ഞാൻ മറന്നോ? ഇല്ലല്ലോ. ഞാൻ ഓർത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു വിലയില്ല ഇവിടെ. മറന്നു മാത്രം ഈ പൊക്കി പിടിച്ചോണ്ട് വരുന്ന എന്തിനാ? നിനക്ക് വാക്കിന്റെ വില അറിയില്ല, അതാ പ്രശ്നം. ഓ, മോഹനേശ്വരൻ ഒരു കാര്യം ഏറ്റെടുത്താൽ ഏറ്റതാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്തുകൊണ്ടാണ്? ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഓർത്തു വെച്ച് കൃത്യമായി അയാൾ അത് ചെയ്തുകൊണ്ടാണ്. ഇനി ഗംഗാധര സാർ എന്നെ പറ്റി അങ്ങനെ പറയൂ? ഇല്ല. അത്രയ്ക്കങ്ങ് നിർബന്ധമായിരുന്നെങ്കിൽ മോഹനേട്ടൻ തന്നെ അതങ്ങ് കൊണ്ടുപോയി കൊടുത്താ പോരായിരുന്നോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ഇത്തിരി ഓർമ്മ കുറവാ. ഞാൻ ചില കാര്യങ്ങളൊക്കെ മറന്നു പോയിരിക്കും. കാരണം ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്. നിന്റെ കാര്യമാണ് നീ മറക്കില്ല. നീയും ആ ഉത്തമനെ പോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ മറന്നു പോവും. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ മോഹനന്റെ കൊണ്ട് ഞാൻ കേസ് കൊടുക്ക്. ഭാര്യ ഒരു കാര്യം മറന്നുപോയി, അതുകൊണ്ട് അവളെ തൂക്കിക്കൊല്ല എന്ന് പറഞ്ഞു. ആഫീസ് പോകാനുള്ള സമയമായില്ലേ? പോയി ഷർട്ടും കൊണ്ട് മാറി വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാനുള്ള എടുത്തു തരാം. ഇനി ഒരുങ്ങി ഇറങ്ങാൻ താമസിച്ചിട്ട് ഒടുവിൽ അതിന്റെ കുറ്റം കൂടെ എനിക്കാവാൻ പാടില്ലല്ലോ. ചെല്ല്, പോ 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 പോ. ഈശ്വരോ. സാറേ, ഒരു പുതിയ പ്രശ്നം വന്ന് ചാടിയിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം. അതുകൊണ്ട് ശങ്കരൻകുട്ടിയുടെ ആധാരത്തിന്റെ ഒറിജിനൽ ഞാൻ ശിശുപാല സാറിനെ ഏൽപ്പിച്ചോളാം. പറ്റുമെങ്കിൽ നാളെ തന്നെ സർട്ടിഫിക്കറ്റ് തരണേ സാറേ. അതിന് മുമ്പേ നടക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഉത്തമനെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് ഓഫീസിൽ സോമന്റെ കയ്യിൽ ഞാൻ കരമടയ്ക്കാനുള്ള പൈസ ഏൽപ്പിച്ച് കഴിഞ്ഞു. 10 മണിക്ക് പഞ്ചായത്ത് ഓഫീസ് തുറന്ന ആദ്യം മോഹനയുടെ സാറിന്റെ കെട്ടിട നികുതി അടച്ചിരിക്കും. പോരെ? ഇതാ ഞാൻ പറഞ്ഞത്. ഉത്തമന് ഒരാവശ്യം വരുമ്പോ ഉത്തമൻ എല്ലാം ഓർക്കുമെന്ന്. ശങ്കരൻകുട്ടിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഞാൻ തന്നിരുന്നുവെങ്കിൽ വീട്ടുകാരത്തിന്റെ കാര്യം ഉത്തമൻ ഇന്നും മറക്കും, നാളെയും മറക്കും, മറ്റന്നാളും മറക്കും.
ഒടുവിൽ ഭൂനികുതി അടയ്ക്കാത്ത ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഉദ്യോഗസ്ഥനോട് നികുതി അടയ്ക്കാൻ ഞാൻ പറയുമ്പോ അയാൾ പറയും, സാറ് ആദ്യം സാറിന്റെ കെട്ടിടത്തിന് നികുതി അടയ്ക്ക്, എന്നിട്ട് ഞാൻ ഭൂനികുതി അടയ്ക്കാമെന്ന്. എന്താ തിരക്ക്? അല്ല സാറേ, ഇന്ന് ജൂൺ 4-ാം തീയതി ഡേറ്റ്. എല്ലാ മാസവും 4-ാം തീയതി ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ അമ്മയെ കൊണ്ട് ആശുപത്രി പോണം. ഞാനാണെന്നുണ്ടെങ്കിൽ 4-ാം തീയതി എന്നുള്ള കാര്യം അങ്ങ് മറന്നും പോയി. രാവിലെ ഒരു സ്ഥലക്കച്ചവടത്തിന് കക്ഷിയെ കൊണ്ടുപോയി കൃഷ്ണൻകുട്ടിയുടെ ചായക്കട വരെ ചെന്നതാണ്. അപ്പോഴാണ് അമ്മ വിളിച്ചത്, മക്കളെ ഉത്തമ ഇന്ന് 4-ാം തീയതി എന്നുള്ള കാര്യം നീ മറന്നുപോയടാ എന്ന് ചോദിച്ചു. ഇന്ന് 4-ാം തീയതി ആണല്ലേ? എന്ത് സാറേ, സാറ് ഏതാണ്ട് മറന്ന മട്ടുണ്ടല്ലോ. ഞാന് ഒരു കാര്യം മറന്നുപോയി. മറന്ന ചേടാ, ഇതെന്ത് പറ്റി? വന്ന് മോനയുടെ സാറിന് മറവി രോഗം പിടിച്ച കുറുന്തോട്ടിക്കും വാദോ. പോലോ ഇതെന്താ ഓഫീസ് പോയില്ലേ? എങ്ങനെ പോവും? നിന്നോടൊരു കാര്യം പറഞ്ഞാൽ ഓർത്തിരിക്കില്ലെന്ന് വെച്ചാല് എന്ത് കാര്യം മോനടാ? കഴിഞ്ഞ ആഴ്ച നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ജൂൺ 4-ാം തീയതി അമ്മയ്ക്ക് ആശുപത്രി പോകണമെന്ന്. അതിന് അമ്മ വിളിച്ചപ്പോ കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞിരുന്നു. 2-ാം തീയതി പണം അയക്കാമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. പക്ഷെ അയച്ചില്ല. എന്താ അയക്കായിരുന്നു? പൈസ ഇല്ലായിരുന്നു. പൈസ ഇല്ലാത്തോണ്ടല്ല, ഞാൻ മറന്നുപോയി. അതെങ്ങനെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ നിന്നെ കൊണ്ട് കൊള്ളില്ലല്ലോ. സാധാരണ ഭാര്യമാരാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് ഓർത്തു വയ്ക്കും. കൃത്യസമയമാവുമ്പോ അവരത് ഭർത്താവിനെ ഓർമ്മിപ്പിക്കും. പക്ഷെ നീ അങ്ങനെ ചെയ്യില്ലല്ലോ. കാരണം ഇത് നിന്റെ അമ്മയുടെ കാര്യമല്ലല്ലോ, എന്റെ അമ്മയുടെ കാര്യമല്ലേ. നിന്റെ അമ്മയുടെ കാര്യമായിരുന്നു, നീ ഉറപ്പായി ഓർമ്മിക്കായിരുന്നു. എന്താ സംശയം? ഓർത്തിരുന്നേനെ. എന്റെ അമ്മയുടെ കാര്യം ഓർത്തിരിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണല്ലോ. പക്ഷേ മോഹനേട്ടൻ അമ്മയുടെ കാര്യമാണ്. മോഹനേട്ടൻ അമ്മയുടെ കാര്യം മോഹനേട്ടൻ ഓർമ്മയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ഓർത്തിരിക്കണം? ഇതാ ഞാൻ പറയുന്നത്, നിനക്ക് വീട്ടിലെ കാര്യങ്ങളെക്കാൾ പ്രധാനം നിന്റെ ജോലി കാര്യമാണ്. മോഹനേട്ട, ഈ കാര്യത്തിൽ വെറുതെ വഴക്കുണ്ടാക്കാൻ വരണ്ട. എത്ര തർക്കിച്ചാലും മോഹനേട്ടന്റെ ഭാഗത്ത് ഒരു ന്യായമില്ലെന്ന് മോഹനേട്ടൻ തന്നെ അറിയാം. കുറച്ചു മുന്നേ ഗംഗാധര സാറിന്റെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വൈകിയതിന്റെ പേരിൽ മോഹനേട്ടൻ എന്നെ എന്തെല്ലാം പറഞ്ഞു. എന്നെ ആ ചീത്ത വിളിച്ചെന്നെ പകുതി സമയം മതിയായിരുന്നല്ലോ അമ്മയ്ക്ക് പൈസ അയക്കുന്നവരെ ഓർത്തെടുക്കാൻ. പിന്നെ കഴിഞ്ഞ ആഴ്ച മോഹനേട്ടനോട് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ഞാനത് ഓർത്തിരിക്കണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായോ? പറയുന്ന കാര്യങ്ങൾ ഓർത്തു വെച്ച് സമയാസമയത്ത് തിരിച്ച് ഓർമ്മിപ്പിക്കണമെങ്കിൽ മോഹനേട്ടൻ ഒരു സെക്രട്ടറിയെ വെക്കണം. ഞാൻ മോഹനേട്ടന്റെ സെക്രട്ടറി അല്ല. അമ്മയോട് ഞാൻ എന്ത് പറയും? അമ്മയുടെ കാര്യം ഞാൻ മറന്നില്ല കരുതൂ. ആണല്ലോ, അങ്ങനെ തന്നെയാണല്ലോ സത്യം. നാട്ടുകാരെ ഓർമ്മ പഠിപ്പിച്ച് സ്വന്തം കാര്യം മറന്നുപോയി. ഇനിയിപ്പോ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഒരു ദിവസം ലീവ് എടുക്ക, അടുത്ത ബസ്സിന് വീട്ടിൽ പോവാ. ഇപ്പൊ പോയ ഉച്ചയ്ക്ക് മുന്നേ അവിടെ എത്താം. ഉച്ച കഴിയുമ്പോ അമ്മയെ ആശുപത്രി കൊണ്ടുപോവാ. നീ മനഃപൂർവ്വം ചെയ്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി ഭാമേ. നീ ഓർത്തിട്ടും പറയാതിരുന്ന. അല്ല മോഹനേട്ടാ, ഓർത്തെങ്കിൽ ഞാൻ പറയില്ലായിരുന്നോ? അല്ലെങ്കിൽ തന്നെ ഞാൻ മോഹനേട്ടനെ പോലെ വലിയ ഓർമ്മശക്തിയുള്ള ആളൊന്നും അല്ലല്ലോ. എന്റെ കാര്യം തന്നെ ഓർത്തു വയ്ക്കാൻ ഞാൻ പാടുപെടുക. അപ്പോഴാണ് മോഹനേട്ടന്റെ കാര്യം കൂടി. വേണ്ട, ഇനി എന്റെ അടുത്ത് തർക്കാൻ നിൽക്കാതെ അമ്മയുടെ അടുത്ത് ചെല്ലാൻ നോക്ക്. മോഹനേട്ടന്റെ മുഷ്ക് ഞാൻ സഹിക്കും, അത് എന്റെ ഗതികേട്. പക്ഷെ അത് അമ്മ സഹിക്കണമെന്നില്ലല്ലോ. എന്റെ അമ്മോ, ശിശുപാല, ഞാനാ മോഹനേഷ് സാറ്. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഞാന് ഇന്ന് ലീവാണ്. കാര്യമൊക്കെ നാളെ പറയാം. ഡെപ്യൂട്ടി തഹസിൽദാർ ഒരു റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നാളെ എത്തിക്കാമെന്ന് ശിശുപാല ഒന്ന് വിളിച്ചു പറയണം. ഞാൻ പറഞ്ഞത് ശരിയാവില്ല. രാജേന്ദ്രൻ സാറും ഞാൻ തമ്മിൽ പ്രശ്നം അറിയാലോ. ശരി ശരി. നേരത്തെ പറയാതെ ലീവ് എടുത്തെന്ന് പറഞ്ഞാ പിന്നെ അത് മതി രാജേന്ദ്രൻ സാർ അടുത്തോടെ കൊണ്ടാക്കാൻ. എന്നെ എങ്ങനെ താഴ്ത്തി കിടന്ന് അലച്ചോണ്ടിരിക്കുക പുള്ളി.
അമ്മേ ഞാനാ. അവനെ ഇന്നലെ അമ്മയ്ക്ക് ആശുപത്രി പോകാനുള്ളത്. 10 മണിക്കോ? അത് ഉച്ച കഴിഞ്ഞാക്കാൻ പറ്റും അമ്മേ. എന്താന്ന് വെച്ചാ 2 ദിവസമായിട്ട് ഭയങ്കര ജോലി തിരക്കായിരുന്നു. തഹസിൽദാർ എന്നൊരു അത്യാവശ്യ ജോലി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ആശുപത്രി പോകണമെന്ന കാര്യം ജോലി തിരക്കുണ്ടെങ്കിൽ ഞാനങ്ങ് മറന്നുപോയി. അമ്മയ്ക്ക് പോകാനുള്ള പൈസ ഞാൻ ശരി അമ്മേ, ഞാൻ വൈകിട്ട് വിളിക്കാം. നീ അമ്മയ്ക്ക് പൈസ അയച്ചെടുത്തോ? കൊടുത്തു. എന്ന്? മിനിങ്ങാന്ന്. എന്നിട്ടെന്താ എന്നോട് പറയാറുന്നത്? അതിന് മോഹനോട് പറയുന്നത് അമ്മയ്ക്ക് 4-ാം തീയതി ആശുപത്രി പോണം, 2-ാം തീയതി എങ്കിലും പൈസ അയച്ചു കൊടുക്കണമെന്ന് മോഹനയുടെ തന്നെയല്ലേ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞത്? അത് ഞാൻ മറന്നില്ല. മിനിങ്ങാന്ന് പൈസ അയച്ചു. അപ്പൊ തന്നെ അമ്മയെ വിളിച്ച് പറയുകയും ചെയ്തു. എന്താണ് ഒന്നും പറയാത്തത്? കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ പേരുകൾ കാണാപ്പാടമാണ്. അമേരിക്കയിലെ പ്രസിഡന്റുമാരുടെ പേരുകൾ മുഴുവനും അറിയാം. ഐക്യരാഷ്ട്രസഭയിലെ അംഗരാജ്യങ്ങളുടെ പേര് അക്ഷരമാലാക്രമത്തിൽ പറയും. കുമാരനാശാന്റെ ചങ്ങമ്പുഴയുടെയും സകല കവിതകളും കാണാപ്പാടം. ഓർമ്മ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനെ വെല്ലുന്ന ഓർമ്മയാണ്. സ്വന്തം അമ്മയ്ക്ക് ആശുപത്രിയിൽ പോകേണ്ട തീയതി മാത്രം മറന്നുപോയി. എനിക്ക് മോഹനേട്ടൻ അത്ര ഓർമ്മയൊന്നുമില്ലേ? ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനം എന്നാണെന്ന് അറിയുകയില്ല. പക്ഷേ അമ്മയ്ക്ക് ആശുപത്രി പോകേണ്ടത് എന്നാണെന്ന് അറിയാം. അതിനുള്ള പൈസ അയച്ചു കൊടുക്കണമെന്നും അറിയാം. നന്ദി. എന്തോ? ഞാൻ മറന്നുപോയത് നീ ഓർത്തിരുന്നല്ലോ, അതിന് നന്ദി. വിദ്യാലക്ഷ്മിയുടെ അനിയത്തിക്ക് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ പേര് പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് ഈ കമ്പ്യൂട്ടർ ഓർമ്മ കൊണ്ടാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ ഈ പ്രശ്നം വിട്ടു. എന്താ മോനേട്ടാ? ശിശുപാല, ഞാനിന്ന് ലീവല്ല. കൃത്യം 10 മണിക്ക് ഞാൻ ഓഫീസിലെത്തും. അതിനെ ശിശുപാല അറിയുന്നത്? എനിക്ക് തോന്നുമ്പോ ലീവ് എടുക്കും, തോന്നുമ്പോ ലീവ് എടുക്കില്ല. ആഹാ. ഓർമ്മ ഒരു വലിയ കഴിവ് തന്നെയാണ്. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ വലിയ കാര്യങ്ങളെല്ലാം അക്കമിട്ട് ഓർത്തു വയ്ക്കുകയും തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മറന്നു പോവുകയും ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഓർമ്മ അല്പം കുറവാണെങ്കിലും സത്യഭാമയെ പോലൊരു ഭാര്യ ഉള്ളതുകൊണ്ട് മോഹനകൃഷ്ണൻ ഇന്ന് രക്ഷപ്പെട്ടു.